കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്തു. നല്ല സാക്ഷ്യങ്ങളെ ദൈവം നമുക്ക് തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് എഫെസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാനുകൾ, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ. 3:10. അങ്ങനെ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം സഭ മുഖാന്തരം സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അറിവായി വരുന്നു. ഒരുപാട് ആഴങ്ങളുള്ള ഒരു ദൈവഭാഗമാണ് ഇത്. എഫെസ്യ ലേഖനത്തിലെ ഓരോ വാക്യങ്ങളും അതിന് വളരെ ഡെപ്തുള്ള ഭാഗങ്ങളാണ്. ഞങ്ങൾക്ക് കിട്ടിയോ? ഓക്കെ. അപ്പോൾ ദൈവത്തിന് ദൈവസഭയെക്കുറിച്ചുള്ള പ്ലാൻ ഇതാണ് അതിനകത്ത് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മളെ മാറ്റുകയും നമ്മളെ ബിൽഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിന് അതിനകത്ത് ഒരു പ്ലാൻ ഉണ്ട്. ഇന്ന് ജോസഫിനെ കുറിച്ച് കേട്ടു. ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചു. അതിനേക്കാൾ വലിയ ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം അവർക്കുള്ള ക്ഷാമകാലത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു റിസോഴ്സാക്കി ജോസഫിനെ മാറ്റുക എന്നുള്ളതായിരുന്നു. ഹല്ലേലൂയ. ജോസഫിനെ മന്ത്രിയാക്കിയതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം. തൻ്റെ ജനം അവർ പട്ടിണിയിലാകുന്ന ക്ഷാമകാലത്ത് അവർക്ക് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറക്കാൻ വേണ്ടിയിട്ടാണ് ജോസഫിനെ മിസ്രൈമിലേക്ക് അയക്കുവാനായിട്ട് ഇടയായത്. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ പ്ലാൻ യഥാർത്ഥ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു കാര്യം എന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ എന്താണ്? ഹല്ലേലൂയ. ഒരാത്മീയൻ്റെ ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യം, അവൻ ദൈവിക പ്ലാനുകളെ സീക്ക് ചെയ്യുന്നവനായിരിക്കും. ദൈവവചനമായിട്ടിരിക്കുമ്പോഴൊക്കെ കർത്താവേ എന്നെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം എന്താണ്? ആ ദൈവിക പ്ലാനിൽ തന്നെയാണോ ഞാൻ നിൽക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൽ ചോദിക്കേണ്ടത്. നമുക്കെല്ലാം ആവശ്യങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. പലപ്പോഴും ഈ ഒരു വിഷയത്തിനകത്തൊക്കെ പിശാച് നമ്മളെ പലപ്പോഴും തെറ്റിക്കാറുണ്ട്. എങ്കിലും ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ നാം അറിയേണ്ട ഒരു കാര്യം, നമ്മളെ എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്ന കഷ്ടതയിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. നമ്മൾ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന സമയത്തും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. പൊട്ടക്കിണറ്റിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. മറ്റുള്ളവർ നമ്മളെ മറക്കുമ്പോഴും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്. ഇന്ന് കേട്ടതുപോലെ പാനപാത്രവാഹകൻ മറന്നപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൈറ്റ് ടൈമിൽ. ഹല്ലേലൂയ. ഇന്ന് ഫിലോബ്രദർ പറഞ്ഞപ്പോൾ ശരിയാണ്. അന്നേരം പോയി ഈ രാജാവിനോട് കാര്യം പറഞ്ഞാൽ ഒരുപക്ഷെ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിൽ വന്ന് ജോസഫ് വല്ലോടും പോയേനെ. എന്നാൽ ജോസഫിനെ കാരാഗ്രഹത്തിൽ തന്നെ സൂക്ഷിച്ചതിൻ്റെ ഒരു കാര്യം, ഒരു റൈറ്റ് ടൈം വരുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? രാജാവിനൊരു നീടുള്ളപ്പോൾ ജോസഫിനെ അതിനകത്തുനിന്ന് പൊക്കിയാൽ മാത്രമേ ജോസഫ് ഒരു മന്ത്രിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ പ്ലാൻ, ദൈവത്തിൻ്റെ ടൈമിങ് അതെത്ര കറക്റ്റാണെന്നുള്ള കാര്യം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് ബ്ലസ്സഡ് സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവേ എന്താണ് എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല? പലരുടെയും ജീവിതത്തിൽ ഈസിയായിട്ട് നടക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ടഫായി മാറുന്നു? അതിൻ്റെ ഉത്തരം അതാണ്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പലരുടെയും ജീവിതത്തിൽ നാച്ചുറലായിട്ട് നടക്കുന്നത് നിന്റെ ജീവിതത്തിൽ ഡിഫിക്കൽട്ടായി മാറുന്നതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാൻ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്.
അങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാം ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നാം ഈ രാജ്യത്തിലായിരിക്കുമ്പോൾ അനേക തരത്തിലുള്ള ടെംപ്റ്റേഷൻസ്, അനേക തരത്തിൽ എൻറ്റൈസിങ് ആയിട്ടുള്ള പലതും നാം കാണും. അപ്പോഴൊക്കെ മറക്കരുതാത്ത ഒരു കാര്യം, ദൈവിക പ്ലാനിൽ നാം നിലനിൽക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. ഒരുപക്ഷെ കഷ്ടതയുടെ അനുഭവത്തിൽ നാം നിലനിന്നാലും സമൃദ്ധിയുടെ അനുഭവത്തിൽ പലരും വിട്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവം നമ്മളെ പലയിടത്തും സ്റ്റോപ്പ് ചെയ്യുന്നത്, പലയിടത്തും ബ്ലോക്ക് ചെയ്യുന്നത്, പലയിടത്തും പല സാഹചര്യങ്ങളിലൂടെയൊക്കെ നടത്തുന്നത് ആ കർത്താവിൻ്റെ സഹിഷ്ണുത, കർത്താവിൻ്റെ കൂടെ ആ സാന്നിധ്യം നമ്മളെ മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ എന്ന് പറയുമ്പോൾ, അത് ദൈവസഭ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ആൾക്കാർ വരികയും കൂടുതൽ രക്ഷിക്കപ്പെടണം, കൂടുതൽ പേര് സ്നാനപ്പെടണം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നതെങ്കിലും ദൈവസഭയെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, വാഴ്ചകൾക്കും അധികാരങ്ങളുടെയും മുമ്പിൽ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചിട്ടുള്ള ഈ വാഴ്ചകളും അധികാരങ്ങളും സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനകളുടെയും മുമ്പിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നവര്, ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്നവരാണ് ദൈവിക സഭ. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു കോളിംഗ് ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 6-7 വാക്യങ്ങളിൽ പിശാച് ലോകത്ത് മുഴുവൻ ഇങ്ങനെ ചുറ്റി നടക്കുക. എന്തിനാണ് ഈ സാത്താൻ ഇങ്ങനെ ചുറ്റി നടക്കുന്നതെന്ന് ചോദിച്ചാൽ, തനിക്ക് അപവാദം പറയാൻ, എങ്ങനെ ആരെക്കുറിച്ച് അപവാദം പറയാൻ കഴിയും, അല്ലെങ്കിൽ ആരെയൊക്കെ ജീവിതത്തിൽ അവന് കൈകടത്താൻ കഴിയും എന്നുള്ള വലിയ ഒരാഗ്രഹത്തോടുകൂടെ സാത്താൻ ഇങ്ങനെ ചുറ്റി നടക്കുന്നതായിട്ട് യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ദൈവം സാത്താന് പറയുന്ന ഒരു കാര്യം, ദൈവം സാത്താനോട് മറുപടി പറയുന്ന ഒരു കാര്യം അതിന്റെ 7-ാം വാക്യത്തിൽ കാണാം. വായിക്കാം. എന്റെ ദാസനായ യോബിനെ നീ ദൃഷ്ടി വെച്ചുപോ, അവനെ പോലെ നിഷ്കളങ്കനും ദൈവമുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പൊ ഈ രണ്ടുപേരും നോക്കുന്ന ഒരു കാര്യം, ദൈവം നോക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ടെസ്റ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ ഭൂമിയിൽ കൊണ്ടുവരണം. ദൈവം യോബിനെ കുറിച്ചുള്ള സാക്ഷ്യം ആരുടെ മുമ്പിലാണ് പറയുന്നത്? പിശാചിന്റെ മുമ്പിലാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന് ആരെയെങ്കിലും കാണിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിലല്ല. ദൈവം കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനകളുടെ മുമ്പിൽ, പിശാചിന്റെ മുമ്പിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. കണ്ടോ എൻ്റെ സഭയിലെ പിള്ളേരെ, കണ്ടോ ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആൾക്കാരുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മൾ മേടിച്ച കാറോ നമ്മൾ മേടിച്ച വീടോ ഇതൊന്നുമല്ല ദൈവം കണ്ട് സാക്ഷ്യം പറയുന്നത്. യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞപ്പോൾ യോബിന്റെ കാള കണ്ടോടാ, എത്ര കാളയുണ്ടെന്ന് നോക്ക് എന്ന് പറഞ്ഞ വിശാലിനോട് പറഞ്ഞില്ലെന്ന്. അവൻ്റെ വീട്ടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്ന് നീ കണ്ടോ എന്നാണോ പറഞ്ഞത്? അല്ല, ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്തോ പറഞ്ഞത്? എന്റെ ദാസനായ യോബിന്മേൽ ദൃഷ്ടി വെച്ചുവോ, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. ഈ പറഞ്ഞത് മുഴുവനും അവന്റെ ജീവിതമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് പാപത്തിന്റെ മേൽ ജയം പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവസഭയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ദൈവം ഇന്ന് ആഗ്രഹിക്കുക നമ്മുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ്, യോബിന്റെ പേര് വിളിച്ച സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് നമ്മളൊന്ന് പറയണം. കണ്ടോ, ഓരോരുത്തരുടെയും പേര് വിളിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം.
അങ്ങനെ ദൈവം പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് പറയപ്പെടുന്ന സാക്ഷ്യത്തെക്കാൾ കൂടുതൽ ദൈവത്തിന് ആഗ്രഹം ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ സാക്ഷ്യം പറഞ്ഞില്ലോ എന്നുള്ളതിനെ കുറിച്ച് അതിനേക്കാൾ കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതമാകുന്ന സാക്ഷ്യം. ഹല്ലേലൂയ. അതിനെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ദൈവം ഇത് ചെയ്യുവാനായിട്ട് സെക്കൻഡ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനെയാണ് ദൈവം പിശാചിൻ്റെ മുമ്പിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിശാചിൻ്റെ മുമ്പിൽ പറയുവാനായിട്ട്, കണ്ടോ എൻ്റെ ദാസനെ കണ്ടോ, എൻ്റെ സഭയെ കണ്ടോ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഒരു സഭയെ കാണുമ്പോൾ പറയുമ്പോൾ, കണ്ടില്ല അവിടുത്തെ മൈക്ക് സിസ്റ്റം, അവിടുത്തെ സൗണ്ട് സിസ്റ്റം, എന്താ ബ്രദറെ ലൈറ്റ് കണ്ടോ. ഹല്ലേലൂയ. നമ്മളിവിടെ വോളിബോൾ സിസ്റ്റമാണോ? ഇതൊന്നും അല്ല ദൈവത്തിൻ്റെ പ്രധാനം. ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കണ്ടോ അവൻ്റെ ജീവിതം കണ്ടോ, അവൻ പിശാചിനെ ജയിച്ച ജയം കണ്ടോ, അവൻ്റെ ജീവിതം മാറിയത് കണ്ടോ. നിന്റെ പക്ഷത്തായിരുന്നു, നീ പറയുന്നതൊക്കെ നിന്റെ ഇൻഫ്ലുവൻസിലായിരുന്ന ഒരു ജനം, അവരുടെ ജീവിതം കണ്ടു. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യത്തിൽ യോഹന്നാനെ കുറിച്ച് പറയുന്നു. യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന് ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു, യേശു തന്നെ സാക്ഷ്യം പറയുന്നു. യോഹന്നാന്റെ കാര്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 തൊട്ട് 8 വരെയുള്ള കാര്യങ്ങളിൽ പറയുന്നു. എന്താണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്? ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തന്നെ വന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനും യേശുവും തമ്മിലുള്ള വ്യത്യാസം ഈ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. യോഹന്നാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ആരെക്കുറിച്ചാണ്? വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നു, ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുവിനെ കുറിച്ച് അതിൻ്റെ 18-ാം അധ്യായത്തിൽ 18-ാം വാക്യത്തിൽ 1-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. യേശു വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. യോഹന്നാൻ വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഒട്ടകത്തോല് കൊണ്ട് പുള്ളിയുടെ ഡ്രസ്സിംഗ് ഒന്നും പുള്ളി ആരെയും ഫോളോ ചെയ്യുവാനായിട്ട് പറ്റിയൊരു എക്സാമ്പിൾ ഒന്നല്ല. ആദ്യം ഇൻട്രൊഡക്ഷൻ തന്നെ സർപ്പസന്തതികളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസംഗമൊക്കെ തുടങ്ങുന്നത്. ഫോളോ ചെയ്യാൻ പറ്റിയൊരു എക്സാമ്പിൾ അല്ല യോഹന്നാൻ. പക്ഷെ യോഹന്നാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. കാര്യം യോഹന്നാൻ പറയും, ഞാൻ ലൈറ്റല്ല, ഞാൻ അവന് വേണ്ടിയിട്ട് അവനെ സാക്ഷീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്നെ അയച്ചിരിക്കാം. യോഹന്നാൻ്റെ ഇത് സ്പെഷ്യൽ മിനിസ്ട്രിയാണ്. പക്ഷെ ഇന്ന് ദൈവജനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ മിനിസ്ട്രി ചെയ്യാൻ വേണ്ടിയിട്ടല്ല. യേശു പറയാണ്, യേശു പിതാവിനെ വരച്ച് കാട്ടാൻ വേണ്ടിയിട്ടാണ്, സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടല്ല. തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് പിന്തുടരാൻ പറ്റിയൊരു മാതൃക യേശു കാണിച്ചു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാള് നല്ല പ്രസംഗികനാണ്, പക്ഷെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡ്രസ്സിങ്ങോ എൻ്റെ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ പിന്തുടരരുത്. യോഹന്നാനെ പിന്തുടരാൻ പറ്റിയൊരു വ്യക്തിയേ അല്ല. പുള്ളി മരുഭൂമിയിലാണ് താമസിക്കുന്നത്, പക്ഷെ പുള്ളിയുടെ മെസ്സേജ് കൊള്ളാം. എന്ന് പറഞ്ഞാൽ പുള്ളി യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. അതിനെക്കുറിച്ച് പറയുന്നത് താനൊരു ശബ്ദമാണ്, തൻ്റെ ശബ്ദം കൊള്ളാം. പക്ഷേ യേശുവിനെ വരച്ച് കാട്ടുവാൻ വേണ്ടിയിട്ടല്ല, പിതാവിനെ മഹത്വപ്പെടുത്തുക, അല്ലെങ്കിൽ പിതാവ് ആരാണെന്ന് വരച്ചു കാട്ടാൻ വേണ്ടിയിട്ടല്ല യോഹന്നാൻ വന്നത്. യോഹന്നാൻ വന്നത് ഒരു വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചോദ്യം, നമ്മുടെ മിനിസ്ട്രി എന്താണ്? യേശുവിനെ വരച്ച് കാട്ടുവാൻ വേണ്ടിയിട്ടാണോ,
അതോ യേശുവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നവരാണ്? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുവിനെ കുറിച്ച് നമുക്ക് വാദോരാതെ നമുക്ക് സംസാരിക്കാം, കഷ്ടാനുഭവത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, യേശുവിന്റെ ക്രൂശിനെ കുറിച്ച് സംസാരിക്കാം, യേശു മഹാനാണെന്ന് നമുക്ക് പറയാം, സർവ്വജ്ഞാനികളിൽ ജ്ഞാനിയാണെന്ന് പറയാം, അവൻ ശാരോനിലെ പനിനീർ പുഷ്പമാണെന്ന് പറയാം, ആയിരങ്ങളിൽ സുന്ദരനാണെന്ന് പറയാം. വെളിപ്പാടിൽ പറയുന്ന ആ വെളിപ്പാട്, യോഹന്നാന് കിട്ടിയ വെളിപ്പാടൊക്കെ എടുത്ത് നമുക്ക് പറയുവാനായിട്ട് കഴിയും. പക്ഷേ ഇന്ന് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടല്ല. പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ വെളിച്ചമാണ്. എന്താ പറയുന്നത്? സർവ്വജനത്തെയും സർവ്വ ലോകത്തെയും അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞ സത്യവെളിച്ചം. ഹീസ് ദ ട്രൂ ലൈറ്റ്. ഇതാണ് ദൈവസഭയുടെ ഒരു ചലഞ്ച്. ദൈവസഭയുടെ വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ യേശുവിനെ അനുഗമിക്കുക, അല്ലെങ്കിൽ യേശുവിന് അപ്പോസ്തലനായ പൗലോസ് അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങളിലൂടെ മറ്റുള്ളവര് ദൈവത്തിന്റെ ജ്ഞാനം കാണും. കൂട്ടുകാരെയൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ രാവിലെ പള്ളിയിൽ പോകുന്നു, ആരെയൊന്നും ഇതായിട്ടൊന്നും പറയുന്നില്ല, നടപ്പെല്ലാം നല്ലതാണ്. പക്ഷേ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഈ കൂടെയുള്ള കൂട്ടുകാരെയും കൂട്ടിലുള്ള വീട്ടുകാരെയും മാത്രം കാണിച്ചാൽ പോരാ, ആരെ കാണിക്കണം? സ്വർഗലോകത്തിലെ ദുഷ്ടാത്മ സേനകളെ പോലും കാണിക്കണം. അവിടെ പണിയൊന്നും നടക്കത്തില്ല. അവൻ മുഴുവൻ വിളിച്ചു പറയും. കൂട്ടുകാർ കാണാത്തതും വീട്ടുകാർ കാണാത്തതും ഒക്കെ ഈ പിശാച് കാണുന്നുണ്ട്. അവരുടെ മുമ്പിൽ നിങ്ങളെ സാക്ഷിയാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ പ്ലാൻ. അതാ സത്യത്തിൽ ചലഞ്ച്. കാര്യം അവനെല്ലാം കാണുന്നുണ്ട്. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുള്ളിക്ക് അത്ര ഇങ്ങോട്ട് പിടിയില്ല, എങ്കിലും വെളിയിലുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്ക് നല്ല പിടിയാണ്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ മുമ്പിൽ സാക്ഷിയാക്കി നിർത്തുക എന്നുള്ള വലിയൊരു പ്ലാനാണ് ദൈവത്തിന് ദൈവസഭയെക്കുറിച്ചുള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ നോക്കുവാനായിട്ട് പഠിപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. ഒരു 3 സന്ദർഭങ്ങളിൽ യേശു ഓരോ കാര്യങ്ങളോട് പ്രതികരിച്ചതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാ കാര്യങ്ങളിലും യേശുവിനെ കുറിച്ച് പറയുന്നു, പാപമൊഴികെ നമുക്ക് തുല്യനായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ജീവിതം നോക്കിയാൽ ഈ പാപത്തിൽ വീണു പോയിട്ടുള്ള അവസ്ഥ ഒഴിച്ചാൽ ബാക്കി എല്ലാ സാഹചര്യത്തിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. അവൻ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, അവനെക്കുറിച്ച് അപവാദം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അവനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്, അവൻ കഷ്ടതയിലൂടെ പോയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തുല്യമായി സകലത്തിലും അവൻ പരീക്ഷിക്കപ്പെട്ടു പാപം ഒഴികെ. അതുകൊണ്ട് എല്ലായിടത്തും യേശുവിനൊരു മാതൃക വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഗൈഡൻസ് വേണമെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. അത് ചെയ്യാമോ ഇത് ചെയ്യാമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുമല്ലോ. യേശുവിനെ നോക്കിയാൽ മതി. യേശു ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചെയ്യാം, ചെയ്തിട്ടില്ലാത്തതാണെങ്കിൽ ചെയ്യരുത്. വളരെ ക്ലിയറാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ 3 മാതൃകകൾ ഞാൻ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 3 വേദഭാഗങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മതി. ഹല്ലേലൂയ. യേശു വന്നത് പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ദൈവവൈതലായ നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടിയിട്ട് മരിച്ച് ക്രൂശിങ്കൽ ഹല്ലേലൂയ നമ്മുടെ പാപങ്ങളെല്ലാം സഹിച്ച് ഇന്ന് ലോകത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവിനെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പ്രസംഗത്തിൽ കൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ നാം വെളിപ്പെടുത്തുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. യോഹന്നാന്റെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം. കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടകിൽ തിരകളാൽ
പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ശിഷ്യന്മാർ അവരുടെ യാത്രയിൽ അവരുടെ കപ്പൽ മുങ്ങുമാറ്, അവരുടെ ബോട്ട് മുങ്ങുമാറ് കാറ്റുകൾ അടിച്ചപ്പോൾ അവരെല്ലാം ഭയപ്പെട്ടു പോയി. എന്നാൽ ആ പടകിൽ വളരെ സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു യേശുവിൻ്റെ പിക്ചർ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 49-ാം വാക്യം. ഉടനെ അവൻ യേശുവിന്റെ അടുക്കൽ വന്നു, റബി വന്ദനമെന്ന് പറഞ്ഞവനെ ചുംബിച്ചു. യേശു അവനോട്, സ്നേഹിത, നീ വന്ന കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്ത് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് കൂടെയുള്ളവരിൽ ഒരുവൻ കൈ നീട്ടി. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. പിന്നെ ആസ്ഥാനത്തിൽ ചെന്ന് നീ എവിടെ നിന്നാകുന്നുവെന്ന് യേശുവിനോട് ചോദിച്ചു. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട്, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരു അധികാരം ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, പടകിൽ തിരമാലകളും ഓളങ്ങളും അടിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ സമാധാനത്തോടുകൂടെ ഉറങ്ങുന്ന ഒരു യേശു. 2, കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്ത ശിഷ്യൻ തന്നെ ഒറ്റിക്കൊടുത്തപ്പോഴാണ് ഹല്ലേലൂയ തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവനെ സ്നേഹിത എന്ന് വിളിച്ച് ഹല്ലേലൂയ വളരെ സമാധാനത്തോടുകൂടെ അവരോട് സംസാരിക്കുന്ന ഒരു യേശു. 3-ാമത്തെ ഭാഗത്തിൽ നാം കാണുന്നത് പീലാത്തോസ് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്നെ വിട്ടയപ്പാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അധികാരിയുടെ മുമ്പിൽ വളരെ കോൺഫിഡൻ്റായിട്ട് മേലിൽ നിന്ന് തന്നിട്ടല്ലെങ്കിൽ നിനക്കൊരു അധികാരമില്ലെന്ന് പറയുന്ന ഒരു യേശു. ഇപ്പം ഈ 3 കാര്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് യേശു വളരെ ശാന്തനായിരുന്നു. യേശുവിൻ്റെ ഇന്നർ റെസ്റ്റ് ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. അകത്തെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മുടെ ആ സ്വസ്ഥത, നമ്മുടെ റെസ്റ്റ്, നമ്മുടെ ഇന്നർ റെസ്റ്റ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. ഇവിടെ ഈ 3 കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ റെസ്റ്റ് നഷ്ടപ്പെടരുത്, നമ്മുടെ ഇന്നർ പീസ്, ഇന്നർ റെസ്റ്റ് നഷ്ടപ്പെടരുത്. കാര്യം ഇന്നർ റെസ്റ്റ് നഷ്ടപ്പെട്ടാൽ പിശാചിനെ നമ്മളെ വിഴുങ്ങിക്കളയാൻ, അല്ലെങ്കിൽ പിശാചിന് നമ്മളെ മിസ്ഗൈഡ് ചെയ്യുവാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഹല്ലേലൂയ. കാര്യം നമ്മൾ ടെൻസ്ഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അകത്തെ സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നാം പലപ്പോഴും പിശാചിൻ്റെ കയ്യിലെ ഇരയായിട്ട് മാറാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ, 3 സാഹചര്യമാണ്. ഒന്ന്, ഈ തിരമാലകൾ അടിക്കുമ്പോൾ യേശു നമ്മളെ കാണിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിലൊക്കെ പടകിൽ തിരമാലകളും ഓളങ്ങളും ഒക്കെ അടിക്കാറില്ലേ? നമ്മുടെ ജീവിതത്തിലും സാഹചര്യങ്ങൾ പലപ്പോഴും എപ്പോഴും അനുകൂലമായി വരണമെന്നില്ല. പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ പടകിൽ ആ യേശുവിനോടൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പറയാൻ എളുപ്പമാണ്. പലപ്പോഴും യേശുവിനോടൊപ്പം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ട് ടെൻഷൻ അടിച്ച് ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങൾ യേശു നമ്മളെക്കുറിച്ച്, ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, സ്പിരിച്വലി മെച്യൂറായ ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ പടകിൽ യേശുവിനോടൊപ്പം ചേർന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ അവിടെയാണ് നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി കാണുന്നത്. നമുക്ക് എത്ര വാക്യങ്ങൾ കാണാതെ അറിയാം എന്നുള്ളതല്ല നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി. ഈ സാഹചര്യങ്ങൾ എല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ കിടന്നുറങ്ങുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാണ്. കർത്താവിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കഴിയട്ടെ. ഇന്നലെ
രാത്രിയിൽ ചിന്തിച്ച ഒരു വേദഭാഗം ഇങ്ങനെയായിരുന്നല്ലോ. Psalms 46 verse 10. Be still, know that I am God. Hallelujah. Be still, know that I am God. എന്ന് പറഞ്ഞാൽ cease striving, know that I am God. Hallelujah. പല സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും. ഇതിനെ എങ്ങനെ റിസോൾവ് ചെയ്യണം, ഇതിനെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് കഴിയും. ഇവിടെയൊക്കെ ദൈവവൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ തലയ്ക്ക് മേളിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ കപ്പാസിറ്റിക്ക് അങ്ങേപ്പുറത്തായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവിടെ ഭാരപ്പെട്ട് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നീ ആ യേശുവിനോടൊപ്പം ചേർന്ന് ആ പടകിൽ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മളിങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ പടകിൽ വിഷയങ്ങൾ വരുമ്പോൾ പടകിൽ കിടന്നുറങ്ങുന്ന യേശുവിനെ ഉണർത്തുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല യേശുവിനെ ഉണർത്തുക അല്ലായിരുന്നു. കാര്യം യേശു ഇന്നീട്ട് നല്ല 2 വഴക്കാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്നിട്ട് നല്ല 2 വഴക്ക്. അപ്പം ഇത് കേട്ട മോറൽ ഓഫ് ദ സ്റ്റോറി എന്താ? ഉറങ്ങിക്കിടക്കുന്നവരെ ആരെയും ഉണർത്താൻ പോരുന്നു. നമ്മുടെ പിള്ളേരെയൊക്കെ ഒരു ബ്രദറിനോട് പണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ രാവിലെ എണ്ണീക്കാൻ പറ്റത്തില്ല, മക്കളുടെ കാലിൻ്റെ അടുത്തെങ്ങാണ് വന്നാൽ അന്നേരം ഇട്ട് ചവിട്ടും. ഉറക്കത്തിൽ നിന്നിപ്പിക്കുന്നവരെ വലിയ പാടാണ്. യേശു അവിടെ ആഗ്രഹിച്ച ഒരു കാര്യം, ഈ ശിഷ്യന്മാരെല്ലാം കൂടെ 11 പേർ കൂടെ നിരന്ന് അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ വെള്ളം മുങ്ങുമെന്ന്? ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും വിചാരിക്കുന്നത് ആ ശിഷ്യന്മാരെ ഉണർത്തിയില്ലായിരുന്നെങ്കിൽ പടക് മുങ്ങിപ്പോയി. യേശു കിടക്കുന്ന പടക് മുങ്ങുമോ? ഹല്ലേലൂയ. യേശുവുള്ള നിങ്ങളുടെ കുടുംബം തകരുമോ? യേശുവുള്ള നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ നഷ്ടപ്പെട്ടു പോകുമോ? ഹല്ലേലൂയ. നമ്മളിപ്പോഴും യേശുവിനെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിനൊരു ഉപവാസം കഴിഞ്ഞ് അടുത്ത ഉപവാസം തുടങ്ങി, അതിനടുത്ത ഉപവാസം കഴിഞ്ഞ്. കാര്യം യേശു ഇതുവരെ എണീറ്റിട്ടില്ല. ഒരു ബ്രദറിനോട് ചോദിച്ചു 21 കഴിഞ്ഞിട്ട് അടുത്ത 21 തുടങ്ങി. എൻ്റെ ബ്രദറെ കഴിഞ്ഞല്ലേ ഉള്ളൂ? ഇല്ല, തീർന്നില്ല, ഉത്തരമായില്ല. ഇനി അടുത്ത 21 കൂടെ ചെയ്തെങ്കിലേ ഉത്തരമാവത്തുള്ളൂ. ചുമ്മാതാ. ഉറങ്ങുന്ന യേശു ഉറങ്ങിക്കോട്ടെ, നീ അങ്ങേപ്പുറത്ത് കിടന്ന് ഉറങ്ങാൻ. ഹല്ലേലൂയ. മറുപടി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, യേശു അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നീ കേട്ടില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ നീ വരുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ കരുതിയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കതിൻ്റെ ഉത്തരം കിട്ടിയില്ലെന്നേ ഉള്ളൂ. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഉപവസിക്കുന്ന നല്ല ഞാൻ പറഞ്ഞു, ഉപവസിക്കുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ ഉപവസിക്കുന്നതിനേക്കാൾ നല്ലത് അല്ലാതിരിക്കുമ്പോൾ ഉപവസിക്കുന്നത്. അത്ര ഞാൻ പറഞ്ഞോളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉണർത്തണ്ട. ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, നീ ഉറങ്ങാൻ നോക്ക്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഉറങ്ങാതിരുന്നാൽ ഈ ഉറങ്ങുന്നവർ കൂടെ ബുദ്ധിമുട്ടാണ്. കാര്യം അവരെല്ലാം നമ്മൾ ചവിട്ടി ഉണർത്തും. അതിനേക്കാൾ നല്ലത് നമുക്ക് ഉറങ്ങാനായിട്ട് ശ്രമിക്കാം. യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങളുടെ സാഹചര്യത്തിന് സമാധാനമായി ദൈവസന്നിധിയിൽ നിങ്ങൾ ഉറങ്ങുന്നവരായിട്ട് തീരട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ഭാഗം യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് യൂദായുടെ കാര്യമാണ്. യൂദായുടെ കാര്യം. യൂദ തൻ്റെ യേശുവിനെ താൻ തള്ളി പറഞ്ഞു. അപ്പോൾ തന്നെ സ്നേഹിത എന്ന് വിളിച്ച് താൻ പറയുവാനായിട്ടിടയായി. കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത് വരുന്നൊരു ടെംപ്റ്റേഷൻ ഇതാണല്ലോ. നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുമെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ നമ്മളെ തള്ളി പറയുമ്പോഴാണ് നമ്മൾ തകർന്നു പോകും. ഹല്ലേലൂയ. നമ്മുടെ സുഹൃത്തുക്കൾ അവർ നമ്മളെ ഒരിക്കലും വഞ്ചിക്കത്തില്ലെന്ന് വിചാരിക്കുന്നവർ നമ്മളെ വഞ്ചിക്കുന്നതെന്ന് തോന്നിയാൽ പലപ്പോഴും നമ്മുടെ ഇന്നർ പീസ് നഷ്ടപ്പെടും, നമ്മുടെ റെസ്റ്റ് നഷ്ടപ്പെടും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവനെയും സ്നേഹിത എന്ന് വിളിച്ചിട്ടാണ് യേശു സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ ഏതെങ്കിലും പാസ്റ്റർമാരായിരുന്നെങ്കിൽ എന്തുമായിരുന്നു അവസ്ഥ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി അവനെ എങ്ങനെയായിരിക്കും പിന്നെ വിളിക്കുന്നത്.
യേശു പറഞ്ഞു സ്നേഹിത എന്ന് വിളിച്ച് സംസാരിക്കുവാനായിട്ട്. കാര്യം യേശുവിൻ്റെ ഇന്നർ പീസ് ഇതിനകത്തൊന്നും നഷ്ടപ്പെടുത്തില്ല, നമ്മുടെ ഇന്നർ റെസ്റ്റ് ഇതിനകത്തൊന്നും നഷ്ടപ്പെടുത്തില്ല. കാര്യം നമ്മുടെ എല്ലാ ജീവിതത്തിൽ ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമുക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പിശാചിൻ്റെ മുമ്പിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാര്യം കർത്താവ് നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ, ഇവനെ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ പിശാച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിശാച് രണ്ട് കണ്ണും ഇങ്ങനെ തുറപ്പിച്ച് വെച്ചാൽ നോക്കിക്കൊണ്ടിരിക്കുക, ഇവനിൽ എന്തെങ്കിലും കുറ്റമുണ്ടോ. ഹല്ലേലൂയ. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതല്ലല്ലോ, പൗലോസ് പറഞ്ഞതാണല്ലോ. നമ്മളെ പിശാചിൻ്റെ മുമ്പിൽ ഒരു സാക്ഷിയാക്കി നിർത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം. മൂന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ റെസ്റ്റ് അതൊരു ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമല്ലെന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം, തൻ്റെ മേൽ അധികാരി പീലാത്തോസിൻ്റെ അടുത്ത് പോയി പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് മേളിൽ നിന്ന് ലഭിച്ചിട്ടല്ലാത്ത ഒരു അധികാരവും ഇല്ല. ആ ഒരു കാര്യം ദൈവവേദന നമ്മുടെ ജീവിതത്തിലും നാം ഒരു കാര്യം മനസ്സിലാക്കണം. മുകളിൽ നിന്ന് നമ്മുടെ മേളിൽ അധികാരികളായിട്ട് വെച്ചിട്ടില്ലാത്ത ആരും നമ്മുടെ മേളിൽ അധികാരികളായിട്ട് ഇല്ല. അവരുടെ അധികാരവും ലിമിറ്റഡാണ്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ബോസിന് നിങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാമെന്ന്. ഇല്ല. ദൈവം വെച്ചിട്ടുള്ള അധികാരത്തിന് അങ്ങേപ്പുറത്ത് ഒരു വ്യക്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ? നല്ലൊരു ഉദാഹരണമാണ് ദാവീദിൻ്റെ ഉദാഹരണം. ദാവീദിന് വന്ന സമയത്ത് ശമൂവേൽ അഭിഷേകം ചെയ്യാനായിട്ട് വന്ന സമയത്ത് തൻ്റെ പിതാവ് പറയാണ്, അവനെ കൊള്ളത്തില്ലെന്നേ. നമ്മുടെ കടകളിലായിട്ടുള്ള ബാക്കി മൂത്തന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയുക, ഇളവനെ കൊള്ളത്തില്ല, അവനെ കൊള്ളാത്തോണ്ടല്ലേ കാട്ടിലയച്ചേക്കുന്നത്. എന്നാൽ ദൈവം ഒരുവനെ സെലക്ട് ചെയ്താൽ ഒരധികാരത്തിനും അവനെ മാറ്റാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിലെ നാം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മേലുള്ള അധികാരം കർത്താവിനാണ്. ഒരധികാരത്തിനും നമ്മുടെ സ്ഥാനങ്ങളോ, ഒരധികാരത്തിനും നമ്മുടെ നന്മയോ, ഒരധികാരത്തിനും നമ്മുടെ നിത്യതയോ ഒന്നും നഷ്ടപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ പീലാത്തോസ് ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം യേശുവിനെ ശിക്ഷിച്ച വ്യക്തിയാണ്. അവനെന്തോ അധികാരമുണ്ടെന്നായി പറയുന്നത്. ചുമ്മാ ഈ വാളും പിടിച്ച് ഈ വേഷമൊക്കെ അല്ലാതെ ഒന്നുമില്ല. ഈ പറയുന്നത് പോലെ തന്നെയാണ്. ഈ കാണുന്ന ഗവൺമെൻറ്റിനോ ഈ രാജ്യത്തിൻ്റെ പവറിനോ ഇവിടുത്തെ അധികാരികൾക്കോ ഒന്നും ഒരധികാരവുമില്ല. പിതാവ് കൊടുത്തിട്ടല്ലാതെ ഒരധികാരം അവർക്കൊന്നുമില്ല. ഈ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ വിശ്വാസത്തിൽ ഇതൊന്നും ഒന്നൊന്ന് എഴുത്തജ്ഞാനത്തിൻ്റെ മുമ്പിൽ തുറക്കാത്തൊരു വാതിലുമില്ല. ഹല്ലേലൂയ. എന്തിനാ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ദൈവവൈദ്യനെ നാം മനസ്സിലാക്കണം. കർത്താവ് പറയാണ്, പീലാത്തോസിനോട് പറയാണ്, നിനക്കൊരധികാരവും എൻ്റെ മേളിലില്ല. പിതാവ് തന്നിട്ടല്ലാതെ നിനക്കൊരധികാരവും എൻ്റെ മേളിലില്ല. ഈ രാജ്യത്തിനോ ഇതിൻ്റെ വ്യവസ്ഥയ്ക്കോ ഒന്നിനും നമ്മുടെ മേല്, ദൈവവൈദ്യന്റെ മേല്, ദൈവരാജ്യത്തിൻ്റെ മേലില്, ദൈവസഭയുടെ മേലില് ഒരധികാരവും ഇല്ലെന്നുള്ള കാര്യം ദൈവമക്കളെ നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അത് യേശുവാണ് നമ്മളെ പഠിപ്പിച്ചത്. അധികാരികൾക്ക് കീഴടങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ സത്യമായ ഒരു കാര്യമാണ്. എങ്കിലും അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കണം, അവൻ്റെ കയ്യിലല്ല നമ്മുടെ ജീവിതം എന്നുള്ളത്. നാം ഒരു ദൈവവൈദ്യരാണെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദൈവമാണ് തീരുമാനിക്കേണ്ടത് നാം എവിടെ ചെന്ന് അവസാനിക്കണം, അല്ലെങ്കിൽ എവിടം വരെ എത്തണമെന്നുള്ളത്. ഹല്ലേലൂയ. ഈ റെസ്റ്റിനെ കുറിച്ചും അതാണല്ലോ നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലല്ല. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മത് കാണുന്നു. വളരെ പെട്ടെന്ന് ചിന്തിച്ചു പോകാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് ലഭിക്കാതിരിക്കാൻ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അതെ, ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റിനെ എത്ര സീരിയസ് ആയിട്ട് കാണണം എന്നുള്ള ദൈവവചനത്തിലൂടെ നാം പഠിപ്പിക്കും. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഇന്നർ
റെസ്റ്റ് നഷ്ടപ്പെട്ട നാം ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരണം. ഹല്ലേലൂയ. നാം ഇന്നർ റെസ്റ്റ് നഷ്ടപ്പെട്ടവരായിട്ട് നടക്കരുത്. നമ്മൾ ഇന്നർ റെസ്റ്റ് നഷ്ടപ്പെട്ടവരായിട്ട് നടന്നാൽ നമ്മൾ ഭയങ്കര പ്രശ്നക്കാരായിട്ട് മാറും. നമ്മുടെ വീട്ടിൽ പ്രശ്നമായിരിക്കും, പിള്ളേരെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും, നമ്മൾ ആകെപ്പാടെ പ്രശ്നം. ഇന്നർ റെസ്റ്റ് നഷ്ടപ്പെട്ടാൽ പോകാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലോട്ട് പോയി ആ ഒന്ന് റെസ്റ്റ് പ്രാപിച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാര്യം നമ്മളെ നോക്കുന്ന ആരാണ്? നമ്മുടെ നാട്ടുകാരും ചർച്ചിലെ പാസ്റ്ററും ഒന്നും അല്ല, പിശാചാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഈ തമ്പുരാൻ പറഞ്ഞേക്കേടാ, കണ്ടോ സഭയെ കണ്ട് പഠിക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയെ നിങ്ങൾ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ നമ്മുടെ അകത്ത് വരുന്ന പ്രൈഡാണ് നമ്മളെ ഈ റെസ്റ്റ് നഷ്ടപ്പെടുത്തുവാനായിട്ട് ഉള്ള ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് അതൊരിക്കലും ഒരു ലേസിയായിട്ടുള്ള ഒരു ജീവിതമല്ല, അതൊരിക്കലും ഒരു അലസതയല്ല. കാര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. കാര്യം നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റ് ഒരു ഓപ്ഷണലല്ല. അതുപോലെ തന്നെ റെസ്റ്റ് എന്ന് പറയുന്നത് അലസരായിട്ടിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നമ്മുടെ ജോലികളിലും നമ്മളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അവിടെ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്നതുപോലെ മനസ്സോടെ ചെയ്യുകയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അലസരായിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലൊക്കെ വിശ്വസ്തരായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാം അധ്വാനിക്കുന്നവരായിരിക്കണം. നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം. കാര്യം ദൈവസഭയിലും ചർച്ചിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നാം ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ കർത്താവിനെന്ന പോലെ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പൗലോസ് പറയുന്നത്. നമ്മൾ ഏത് ചെയ്താലും കർത്താവിനെന്നതുപോലെ ചെയ്യണം. അപ്പോൾ ദൈവം നമ്മളെ മാനിക്കും. ജോലിയിൽ ദൈവം നമ്മളെ മാനിക്കും. നമ്മുടെ കർത്താവ് മാനിക്കുന്നത്. നീ ദൈവസന്നിധിയിലാണെങ്കിൽ, ദൈവവചനത്തിൽ നിലനിൽക്കുന്നവനാണെങ്കിൽ, ദൈവവചനത്തെ ഫോളോ ചെയ്യുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ദൈവസഭയിൽ മാത്രമല്ല, ആത്മീയമായിട്ട് മാത്രമല്ല, ബാക്കി എല്ലാ മേഖലകളിലും നിന്നെ മാനിക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. കാര്യം ഈ വചനങ്ങളൊന്നും ലൈറ്റാക്കി എടുക്കാതെ ഇതിൽ നിലനിൽക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളിലും നാം അനുഗ്രഹിക്കും.